ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ഇവിടെ നിയമസഭാകക്ഷി യോഗം ചേരുന്നത്. ഇന്നത്തെ ആ യോഗത്തിന് എസ് കെ പറഞ്ഞതാണ് പ്രത്യേകത. അത് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്നുള്ളതാണ്. എസ് കെ ഇപ്പോഴും അത് വി ഡി സതീശനാണോ കെ സി വേണുഗോപാലാണോ രമേശ് ചെന്നിത്തലയാണോ എന്ന സസ്പെൻസ് തരിമ്പ് പോലും പൊളിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മുൻതൂക്കം എന്ന സൂചന ഇപ്പോഴും എസ് കെ ഉറപ്പായി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വൈകുന്നേരം ആ തീരുമാനം വരാതിരിക്കുന്നതിന് ഇന്നലെ വൈകുന്നേരം ആ തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാൻ എന്താണ് വൈകൽ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനി 13 നമ്പറിന്റെ പ്രശ്നമാണ്, ഒന്നുമല്ല എസ് കെ. ഇന്നലെ ആ തീരുമാനമെടുത്തതിന് ശേഷം പിന്നെയും കടമ്പകൾ ബാക്കിയുണ്ട്, പിന്നെയും ചില പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് അതിന് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ചില ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാര്യം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം ബാക്കി 3 പേരെയും എന്ന് പറഞ്ഞാൽ ആരാണോ മുഖ്യമന്ത്രി, എന്തുകൊണ്ട് താങ്കളെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നതും, ബാക്കി 2 പേരാരാണോ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യവും അവരെ അനുനയിപ്പിക്കുക എന്നുള്ള ആ കടമ്പ, ആ ദൗത്യം ഇപ്പോഴും ബാക്കിയാണ്. അതിന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ആ ദൗത്യം നിർവഹിക്കുമെന്നാണ് എസ് കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കുള്ള ആകാംക്ഷ 3 പേരും ഏതെങ്കിലും തരത്തിൽ തരിമ്പിന് പോലും പിന്നോട്ട് പോകാതെ 3 പേരും അവസാന നിമിഷം വരെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാവണം എന്ന നിലപാട് ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ അനുനയിപ്പിക്കേണ്ട ഫോർമുല, എന്താണ് അവർക്കുള്ള കോമ്പൻസേഷൻ, എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകും. അത് 3-ൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ഇനിയിപ്പോ സർപ്രൈസായ ഒരു 4-മൻ വരുമോ എന്ന കാര്യം പോലും ചില കേന്ദ്രങ്ങൾ പറഞ്ഞു. നമുക്കറിയില്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം. എന്തായാലും ഈ പറയുന്ന ഈ എം എൽ എമാരിൽ നിന്നും പുറത്തു നിന്നോ അങ്ങനെ എസ് കെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ KPC ആസ്ഥാനത്താണ് 1 മണിക്ക് ആ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോകുന്നത്. എം എൽ എമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അത് കഴിയുമ്പോഴേക്കും ഇന്ന് തന്നെ ഘടകകക്ഷികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. എസ് കെ ഈ നിയമസഭാ കക്ഷി യോഗം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ തെരഞ്ഞെടുക്കുന്ന കക്ഷി നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയും ഇന്ന് തന്നെ ഗവർണറെ കാണുന്നുണ്ട്. ഗവർണറെ കണ്ട് മല്ലികാർജുൻ ഖാർഗെ കക്ഷി നേതാവ് ചുമതലപ്പെടുത്തിയുള്ള കത്ത് കൈമാറുന്നുണ്ട്. അങ്ങനെ കുറേയധികം സംഭവങ്ങൾ, പ്രൊസീജിയർ ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഭരണചക്രം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. മുകുൾ വാസ്നിക്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ അടക്കമുള്ളവർ ഈ നിയമസഭാകക്ഷി യോഗത്തിൽ എത്തിച്ചേരുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കാര്യം ഹൈക്കമാൻഡ് തീരുമാനിച്ച ഈ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു എന്ന ML എമാരുടെ ഒപ്പുവാങ്ങൽ കൂടി പ്രധാനമാണ്. എന്തായാലും നമ്മൾ 10 ദിവസം കഴിഞ്ഞ് 11-ാം ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ്. അടിത്തട്ടിൽ ജനങ്ങൾ മാത്രമല്ല, വോട്ടർമാർ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഘടകകക്ഷികൾ വരെ ആ തീരുമാനം ഇങ്ങനെ വല്ലാതെ വൈകുന്നതിലുള്ള കടുത്ത അതൃപ്തി, അവരുടെ രോഷം അവർ കടുത്ത ഭാഷയിലടക്കം